എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച മേജർ ഗ്ലോബൽ ഇവൻറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. December 1 കഴിഞ്ഞ തിങ്കളാഴ്ച നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി ഈ ഇൻഡെക്സുകൾ ഇന്ത്യയിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും വെള്ളിയാഴ്ച വീണ്ടും ബെറ്റർ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള ടെസ്ലയാണ്. അതോടൊപ്പം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ആപ്പിൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ടെസ്ല, മെറ്റാ പ്ലാറ്റ്ഫോം, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, എൻവിഡിയ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.43 ട്രില്യൺ ആണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.12 ട്രില്യൺ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.8 ട്രില്യൺ ആണ്. ആൽഫബറ്റിൻ്റെ $3.8 ട്രില്യൺ ആണ്. വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഈ ആഴ്ചയിലാണ് US ഫെഡിൻ്റെ പോളിസി ഡിസിഷൻ വരാൻ പോകുന്നത്. 9-10 തീയതികളിലാണ് US ഫെഡിൻ്റെ മീറ്റിംഗ്. 10-ാം തീയതി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അമേരിക്കയിലുള്ളത്. 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ് സാധ്യതകൾ. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചും ഒപ്പം ഗോൾഡിനെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഈ ന്യൂസ് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, അതിനുശേഷം US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ വീണ്ടും ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ ബൈയിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം ചൈനയിൽ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്ന ചിപ്പ് റിലേറ്റഡ് കമ്പനിയുടെ IPO ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിന് 100% ഗെയിനോട് കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് പൊതുവെ ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക്, ചൈനയിലെ ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക്, അതുപോലെ തന്നെ ഹോങ്കോങ്ങിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചിപ്പ് റിലേറ്റഡ് ചൈനീസ് സ്റ്റോക്കുകൾക്കൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 മേജർ ഇവൻറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഒന്ന് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്. അതിൻ്റെ ഡിസിഷൻ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് അനൗൺസ് ചെയ്തിരുന്നു. 0.25% നിരക്കിൽ റെപ്പോ റേറ്റ് കട്ട് ചെയ്യാനുള്ളൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ 4-5 തീയതികളിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ വിസിറ്റുകളെക്കുറിച്ചും അതിനുശേഷം സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റുകളെക്കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോമറാണ്. ഗ്ലോബൽ മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എമർജിംഗ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് മുന്നേറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഗവൺമെൻറ് GST റിഡക്ഷൻ മൂവ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ Q2 GDP അനൗൺസ്മെൻറ്റിലും കണ്ടിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് Q3, Q4 GDP അനൗൺസ്മെൻറ്റുകളും കണ്ടേക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. Q3 റിസൾട്ടുകൾ തീർച്ചയായിട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും മറ്റ് സെക്ടറുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 90.43 ലെവലിലേക്കൊക്കെ താന്നിരുന്നു. റെക്കോർഡ് ലെവലിലേക്കൊക്കെ താന്നിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച
ക്ലോസ് ചെയ്തിരിക്കുന്നത് 89.92 ലെവലിലാണ്. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷന് ശേഷമാണ് ബെറ്റർ ആയിരിക്കുന്നത്. പക്ഷേ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു വീക്ക്നെസ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് ഒരു പക്ഷേ റുപ്പി വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസിഷനൊന്നും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം മുമ്പ് ചൈനീസ് ഗവൺമെൻറ്റൊക്കെ വളരെ കാലം ചൈനീസ് കറൻസി താഴെ നിർത്തിയതിന് ശേഷം എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് നേടിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഡിസിഷനിലേക്ക് ഒരു പക്ഷേ സൈലൻ്റ് ആയിട്ടെങ്കിലും ഇന്ത്യ മാറിയേക്കും എന്നൊരുത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഇമ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള റുപ്പി ഡിപ്രീസിയേഷൻ സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമോഡിറ്റികൾ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയ്ക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഉയരുക, അതുപോലെ തന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുക, ഇത്തരത്തിൽ ഇവൻറ്റുകൾ വരികയാണെങ്കിൽ വീണ്ടും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റുപ്പി മൂവ്മെൻ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ മേജറായിട്ടുള്ള 2 പോസിറ്റീവ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകൾ എന്ന് പറയുന്നു. ഒന്ന് വൊക്കാഡിൻ്റെ ഒരു പുതിയ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് US FDA സാങ്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. 2011 മുതൽ ഇത്തരത്തിലുള്ള ന്യൂ ഡ്രഗ് ഇൻവെൻഷന് വേണ്ടി വൊക്കാഡ് ശ്രമിക്കുകയായിരുന്നു. അത് ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. സേനിഷ് എന്ന് പറയുന്ന ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയനെ ബീറ്റ് ചെയ്യുന്ന ഒരു പുതിയ മോളിക്യൂളാണ് വൊക്കാഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബഗ്ഗുകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഡ്രഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആദ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഡ്രഗാണ്. ഇതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വൊക്കാഡിന് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഡ്രഗിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ വൊക്കാഡ് സ്റ്റോക്ക് പ്രൈസ് ഒക്കെ മുന്നേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫർദർ ബിഗ് ഗെയിൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ലോങ് ടൈമിൽ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് വൊക്കാഡ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ സംബന്ധിച്ചും ഇത് വളരെ പോസിറ്റീവാണ്. മറ്റൊരു കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ബയോക്കോണിൻ്റെ സബ്സിഡിയറി ആയിട്ട് ബയോക്കോൺ ബയോളജിക്സ് ലിമിറ്റഡ് ആയിട്ട് മെർജ് ചെയ്യാണ്. അതായത് ബയോളജിക്സിനെ ബയോക്കോണിലേക്ക് മെർജ് ചെയ്യാണ്. മറ്റെല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ബൈബാക്ക് ചെയ്യാണ്. സ്വാപ്പ് റേഷ്യയിൽ കൂടിയും അതുപോലെ തന്നെ ക്യാഷ് സെറ്റിൽമെൻറ്റിൽ കൂടിയാണ് ബൈബാക്ക് നടത്തുന്നത്. ബയോക്കോണെ സംബന്ധിച്ച് ന്യൂസ് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഷോർട്ട് ടൈം ആയിട്ട് ഒരു പക്ഷേ വോളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ബയോക്കോണെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രദേഴ്സ്, ഡിസ്നി സ്റ്റുഡിയോ, അതുപോലെ തന്നെ അവരുടെ സ്ട്രീമിംഗ് യൂണിറ്റ് ഒക്കെ അക്വയർ ചെയ്തിരിക്കുകയാണ്. $72 ബില്യൺ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അക്വിസിഷൻസ് ആണ് ഈ ഫീൽഡിൽ. ഇത് തീർച്ചയായിട്ടും ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ധാരാളം ഹോളിവുഡ് മൂവീസൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ കൂടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇന്ത്യയിലെ മൾട്ടിപ്ലക്സുകളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. കാരണം ഹോളിവുഡ് ഫിലിംസൊക്കെ ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് ആയിട്ട് OTT പ്ലാറ്റ്ഫോമിൽ കൂടെ റിലീസ് ചെയ്തേക്കാം. അപ്പോൾ മൾട്ടിപ്ലക്സുകളെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെയാണ്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ അതിനുള്ളൊരു പ്രതിവിധിയൊക്കെ ഈ മൾട്ടിപ്ലക്സുകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 മേജർ കോർപ്പറേറ്റ് ന്യൂസ് ഫ്ലോസ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ മേജറായിട്ട് വന്നിട്ടുള്ളത്. 2 ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും ഇന്ത്യൻ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചാണ്. അതേസമയം നെറ്റ്ഫ്ലിക്സിൻ്റെ വാർണർ ബ്രദേഴ്സിൻ്റെ അക്വിസിഷൻ തീർച്ചയായിട്ടും ഇന്ത്യയിലെ മൾട്ടിപ്ലക്സ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഒപ്പം ചൈനീസ് മാർക്കറ്റിനെ കുറിച്ച് മോർഗൻ സ്റ്റാൻലി നൊമുറിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ചൈനീസ് ഇൻഡെക്സുകൾ അടുത്ത വർഷം 6% ഇൻക്രീസ് ചെയ്തേക്കും. അതുപോലെ തന്നെ നൊമുറ പറയുന്നു 9% അപ്രീഷിയേറ്റ് ചെയ്തൊക്കെയാണ്. ചൈനയിലെ AI സെക്ടർ, അതുപോലെ തന്നെ ചിപ്പ് മാനുഫാക്ചറിങ് സെക്ടർ, ബയോഫാർമ സെക്ടർ, റോബോട്ടിക്സ് സെക്ടർ ഷെയർസൊക്കെയാണ് നല്ല രീതിയിൽ അടുത്ത വർഷം മുന്നേറാൻ പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് പിക്ചർ തന്നെയാണ് ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നൽകിയിട്ടുള്ളത്. 2025 ഇതുവരെ 30% ചൈനീസ് ഇൻഡെക്സുകളൊക്കെ മുന്നേറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ $2.4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2026 പേസ് കുറവായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയം മുന്നേറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന
റിപ്പോർട്ടിംഗ് റിപ്പോർട്ട് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ റിസർച്ച് ഹൗസസും പറയുന്നത് 2026 നല്ല രീതിയിലാണ് നിഫ്റ്റിയും സെൻസസ് ഒക്കെ മുന്നേറാൻ പോകുന്നതാണ്. JP Morgan 30,000 വരെയാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിനെ സംബന്ധിച്ച്. മറ്റ് പ്രഡിക്ഷൻസൊക്കെ 29,000-നും 29,400-ഇടയിൽ ഡിസംബർ 2026 കൂടിയിട്ട് നിഫ്റ്റി ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. പൊതുവെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എക്കണോമിയുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ GST റിഫോംസ്, ഒപ്പം അടുത്ത ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന റിഫോം മെഷേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് കാണുന്നത്. ഒപ്പം അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടുള്ള അഡീഷണൽ താരിഫൊക്കെ വിഡ്രോ ചെയ്തേക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈൻ വാർ സെറ്റിൽ ചെയ്യുക, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ ഡൈലൂട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മറ്റു ന്യൂസ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ളൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്താൻ പോകുന്നൊരു സ്റ്റോക്ക് JSW സിമെൻ്റ് ആണ്. ഈ കമ്പനി വലിയ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും 3 വർഷത്തിനുള്ളിൽ അവർ 11,000 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂജ് കപ്പാസിറ്റി അഡീഷനാണ്. സിമെൻറ്റ് രംഗത്തുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് റണ്ണിൽ ഈ സ്റ്റോക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും നല്ല രീതിയിലുള്ള മെയിൻ ബോർഡ് IPOs ഒക്കെ വന്നിരുന്നു. മീഷോ ലിമിറ്റഡ് 81.78 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നു. ഏക്കസ് ലിമിറ്റഡ് എയറോസ്പേസ് രംഗത്തൊരു കമ്പനിയാണ്, 104.3 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നു. വിദ്യ വയേഴ്സ് 28.53 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നു. ഒപ്പം നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന BSE SME IPO ലക്ഷറി ടൈം സെക്കൻഡ് 85.9 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഒപ്പം വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിട്ടുള്ള മെത്തേഡ് ഹബ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് 1.95 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഇത് BSE SMEയിലുള്ള മറ്റൊരു നല്ലൊരു IPO ആണ്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് രംഗത്തുള്ള ഒരു IPO ആണ്. IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 194 അപ്പർ പ്രൈസ് ബാൻഡ്, 10 രൂപയാണ് ഫേസ് വാല്യൂ, 600 മാർക്കറ്റിലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. നാളെയും മറ്റന്നാളും ഉണ്ട്, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ട്, ഓപ്പൺ ആണ്. തിങ്കളാഴ്ച ലക്ഷറി ടൈമിൻ്റെ IPO ക്ലോസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ 5 മെയിൻ ബോർഡ് IPOs, അതുപോലെ തന്നെ 8 SME IPOs ഓപ്പൺ ആവുന്നുണ്ട്. ഈ SME IPOസിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാവുന്ന IPOs ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ KV ടോയ്സ് ലിമിറ്റഡ് BSE SMEയിലാണ് നല്ല ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ലിസ്റ്റിങ്ങോട് കൂടിയിട്ട് ഒരുപക്ഷെ പ്രീമിയം താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ടോയ് മാനുഫാക്ചറിംഗ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 6.28 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ ആഫ്റ്റർ IPO വരാൻ പോകുന്നത്. 239 അപ്പർ പ്രൈസ് ബാൻഡ്, 600 ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. ഞാൻ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് സജസ്റ്റ് ചെയ്യില്ല. ഹൈ റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ലിസ്റ്റിംഗ് ഗെയിം കിട്ടിയേക്കാം. ഒരു ഷുവർട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം മെയിൻ ബോർഡിൽ 5 IPOs ഉണ്ട്. നാളെ ആരംഭിക്കുന്ന കൊറോണ റെമഡീസ്, അതുപോലെ തന്നെ വേക്ക് ഫിറ്റ് ഇന്നോവേഷൻസ് ലിമിറ്റഡ്. കൊറോണ റെമഡീസ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നല്ലൊരു കമ്പനിയാണ്. 1062 ഇഷ്യൂ പ്രൈസ്. അപ്പർ പ്രൈസ് ബാൻഡ് വന്നിട്ടുള്ള 10 രൂപയാണ് ഫേസ് വാല്യൂ. 61.16 കോടി രൂപയാണ് ആഫ്റ്റർ IPOൻ്റെ ഇഷ്യൂ പ്രൈസ്. കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിലാണ്. നല്ലൊരു IPO ആണ്. 71 ഡ്രഗുകളുണ്ട്. അതുപോലെ തന്നെ ധാരാളം സെഗ്മെൻറ്റിനൊക്കെ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുണ്ട്. വേക്ക് ഫിറ്റ് ഇന്നോവേഷൻസ് മാട്രസസ്, ഫർണിഷിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. 195 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1 രൂപയാണ് ഫേസ് വാല്യൂ. ഈ 2 IPOs ആണ് നാളെ ആരംഭിച്ച്, അതായത് 8-ാം തീയതി ആരംഭിച്ച് 10-ാം തീയതി അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ 10-ാം തീയതി ആരംഭിച്ച് 12-ാം തീയതി അവസാനിക്കുന്ന മറ്റ് 2 IPOs ഉണ്ട്. പാർക്ക് മെഡി വേൾഡ് ഉണ്ട്.
920 അപ്പർ പ്രൈസ് ബാൻഡ്. ഒപ്പം നെഫ്രോക്കർ ഹെൽത്ത് ഉണ്ട് 460 അപ്പർ പ്രൈസ് ബാൻഡ്. അടുത്ത വെള്ളിയാഴ്ച അതായത് 12-ാം തീയതി ആരംഭിക്കുന്ന ICICI പ്രൂഡൻഷ്യൽ AMCയുടെ IPO ഉണ്ട്. ₹1 ഫേസ് വാല്യൂ, 2165 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ICICI പ്രൂഡൻഷ്യൽ AMC IPOs. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 മെയിൻ ബോർഡ് IPOസും ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. മോഡറേറ്റ് ടു മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. കൊറോണ റെമഡീസിൽ ഒരുപക്ഷെ ബെറ്റർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. ഒപ്പം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ലക്ഷറി ടൈം ലിമിറ്റഡ് BSEയിലുള്ള ഒരു SME IPO ആണ് നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. മോഡറേറ്റ് ടു മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള മെത്തേഡ് ഹബ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ലിമിറ്റഡും റിസ്ക് എടുത്ത് SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ ഈ ആഴ്ചയിലത്തെ ഡിസിഷൻ തന്നെയാണ് മേജറായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25% നിരക്കിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് എമർജിംഗ് മാർക്കറ്റുകൾക്ക്, അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും US ഫെഡിൻ്റെ മീറ്റിങ്ങിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപക്ഷെ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ താരങ്ങൾ കമോഡിറ്റിയിൽ സിൽവറും കോപ്പറാണ്. സിൽവർ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരിക്കുകയാണ്. $59.37 പെർ ഔൺസ് ആണ് സ്പോട്ട് സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $58.27 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ റെക്കോർഡ് ഹൈ തന്നെയാണ്. ഒപ്പം ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ കോപ്പർ ഫ്യൂച്ചേഴ്സ് പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരിക്കുകയാണ്. 11,101.3 പെർ ടൺ ആണ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ കോപ്പർ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ 11,641.5 പെർ ടണ്ണിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ 2 കമോഡിറ്റികൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. ഒപ്പം നാച്ചുറൽ ഗ്യാസ് പുതിയ റെക്കോർഡ് 52 വീക്ക് ഹൈ ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വിൻ്റർ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം ഖത്തറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത 2-3 വർഷത്തിനുള്ളിൽ നാച്ചുറൽ ഗ്യാസ് വീണ്ടും മുന്നേറിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഖത്തർ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ നാച്ചുറൽ ഗ്യാസ് പ്രൊജക്റ്റുകളിലൊന്നും തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതേസമയം എയർ റിലേറ്റഡ് പവർ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്, നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ നാച്ചുറൽ ഗ്യാസ് പ്രൈസ് മുന്നേറിയേക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും ന്യൂസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ $4,197.3 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നവംബർ മാസത്തിൽ അവർ നിയർലി 110 മാത്രമാണ് സെൻട്രൽ ബാങ്ക് ബൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല. അതേസമയം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ നവംബർ മാസത്തെ ഗോൾഡ് ETF ഡാറ്റ വന്നിട്ടുണ്ട്. ഗ്ലോബലി ETF-കൾ നവംബർ മാസത്തിൽ 38.5 ടൺ ഗോൾഡ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഒക്ടോബർ മാസത്തിൽ 55.1 ടൺ വാങ്ങിയിരുന്നു. സെപ്റ്റംബറിൽ 145.7 ടൺ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നവംബറിൽ ഗോൾഡ് ETF-കൾ കുറവ് ക്വാണ്ടിറ്റി മാത്രമാണ് ഗോൾഡ് വാങ്ങിയിട്ടുള്ളത്. ഏഷ്യാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള 23.6 ടണ്ണ്. അമേരിക്കൻ ETF-കൾ 7.3 ടൺ വാങ്ങിയിട്ടുണ്ട്. യൂറോപ്യൻ ETF-കൾ 7.9 ടൺസ് വാങ്ങിയിട്ടുണ്ട്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് ചൈന തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയാണ് വരുന്നത്. ടോട്ടൽ ഗോൾഡ് ETF ഹോൾഡിംഗ് ഇപ്പോൾ റെക്കോർഡ് തന്നെയാണ്. 3,931.8 ടൺ ആണ് ടോട്ടൽ ഗ്ലോബൽ ETF ഹോൾഡിംഗ് വരുന്നത്. ഇപ്പോഴും നോർത്ത് അമേരിക്ക തന്നെയാണ് മുന്നിൽ 2,050.7 ടണ്ണ്. അതുപോലെ തന്നെ യൂറോപ്പ് 1,407.2 ടണ്ണ്. ഏഷ്യ 402.7 ടണ്ണ്. മറ്റുള്ള എല്ലാവരും കൂടി 71.3 ടണ്ണേ ഉള്ളൂ. ഇനി ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ
ഹോൾഡ് ചെയ്യുന്നത്. 244.1 ടണ്ണായിട്ട് ചൈനയാണ്. സെക്കൻഡ് വരുന്ന 86.2 ടണ്ണായിട്ട് ഇന്ത്യയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ പെർസെൻറ്റേജ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 2025 ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈനീസ് ഗോൾഡ് ETF-കളിലേക്ക് 112.8% ഇൻഫ്ലോ കൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ ഗോൾഡ് ETF-കളിലേക്ക് 49.9% കൂടിയിരിക്കുകയാണ്. ജാപ്പനീസ് ഗോൾഡ് ETF-കളിലേക്ക് 58.5% കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം നവംബർ മാസത്തെ ബൈയിങ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസിൽ ഒരുപക്ഷെ ഒരു വൊളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ മൈനർ നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണിച്ചേക്കാം. കാരണം 2024 കമ്പയർ ചെയ്യുമ്പോൾ 2025 Q3 എൻഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് 2024 കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഈ കുറവ് നികത്തും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫിഗേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം സെൻട്രൽ ബാങ്കുകൾ ഒരു പക്ഷേ 21, 22, 23, 24 വർഷങ്ങളിൽ വാങ്ങിയിട്ടുള്ള ഗോൾഡിനേക്കാളും കുറവായിരിക്കാം വാങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അത്തരത്തിലാണ് ഒരു ഫിഗർ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൽ മൈനർ സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. വലിയ രീതിയിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗോൾഡ് പ്രൈസ് $4,000 പെർ ഔൺസ് വരെയൊക്കെ താന്നേക്കാം സ്പോട്ട് ഗോൾഡ്. പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. കാരണം US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിന് തന്നെയാണ് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം US ഫെഡ് 0.5% നിരക്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ റിസർച്ച് ഹൗസസും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2026 ഡിസംബറോട് കൂടിയിട്ട് ഗോൾഡ് പ്രൈസ് $5,000 പെർ ടൺ വരെ $5,000 പെർ ഔൺസ് വരെ എത്തിയേക്കും എന്നുള്ള റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഈ നവംബർ മാസത്തെ ഗോൾഡ് ETF-കളുടെ ബൈയിങ്, സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഒക്കെ തീർച്ചയായിട്ടും ഫിഗറുകൾ പുറത്തു വരുമ്പോൾ അതിൻ്റേതായ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഇട്ടിട്ടുള്ള കോപ്പർ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് കോപ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. അമേരിക്കയിൽ ഇപ്പോഴും കോപ്പർ പ്രൈസ് പുതിയ റെക്കോർഡ് ഹൈയിൽ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ കോപ്പർ അമേരിക്കയിൽ മുന്നേറുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. മേജർ ടോപ്പ് 3 സിൽവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെക്സിക്കോ ആണ് ടോപ്പ്, അത് കഴിഞ്ഞാൽ പെറു, പിന്നെ 3rd പ്ലേസിൽ ചൈനയാണ്. ഈ 3 രാജ്യങ്ങളിലും പ്രൊഡക്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 7ാമത്തെ വർഷമാണ് സപ്ലൈ ഷോർട്ടേജിൽ സിൽവർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത 15 വർഷവും സപ്ലൈ ഷോർട്ടേജ് ആയിരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടുന്നു എന്നുള്ളൊരു കാര്യമാണ്. 55% സിൽവർ ഡിമാൻഡും ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. ഒപ്പം ഗ്രീൻ എക്കണോമി ഇപ്പോൾ 5 ട്രില്യൺ ആണ് ടോട്ടൽ സൈസ്, അത് $7 ട്രില്യൺ ആയിട്ട് ഉയരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻ എക്കണോമി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സോളാർ, വിൻഡ് പവർ റിലേറ്റഡ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന മേജർ കമോഡിറ്റി സിൽവറാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡും കൂടിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. പക്ഷേ സിൽവറിനെ സംബന്ധിച്ച് മേജറായിട്ടുള്ളൊരു ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത് ഇന്ത്യയിലത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നവംബറിൽ എടുത്തിട്ടുള്ള ഡിസിഷനാണ്. ഏപ്രിൽ 1, 2026 മുതൽ ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്ന പോലെ സിൽവർ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ബാങ്കുകളിൽ നിന്നും NBSകളിൽ നിന്നും ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാമെന്ന് RBI അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ഗോൾഡ് മാർക്കറ്റ് ഒന്ന് ഗ്രോത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ 2021 ടോട്ടൽ ഫോർമൽ ഗോൾഡ് ലോൺ മാർക്കറ്റ് 70,000 കോടി രൂപയായിരുന്നു. ഇപ്പം അതിൻ്റെ സൈസ് 3.4 ലക്ഷം കോടി രൂപയാണ്. അതായത് $8 ബില്യൺ നിന്ന് $38 ബില്യൺ ആണ് ഉയർന്നിരിക്കുന്നത് ഗോൾഡ് ലോൺ മാർക്കറ്റ്. അറൗണ്ട് 700 ടൺ ആണ് ഫോർമൽ
റൂട്ടിൽ കൂടെ ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നത്. ഇൻഫോർമൽ റൂട്ടിൽ കൂടെ 1000-നും 1500 ടണ്ണിനും ഇടയിൽ ഗോൾഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നില്ലാണ്. അപ്പോൾ April 1, 2026 മുതൽ സിൽവർ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാനായിട്ട് ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഈ ലോകത്തിലെ മേജർ കൺസ്യൂമർ ആയിട്ട് സിൽവറിനുള്ളത് ചൈനയും ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ. ഇന്ത്യയിലെ ജനങ്ങളാണ് ഗ്ലോബലി സിൽവർ ജ്വല്ലറിയുടെയും അതുപോലെ തന്നെ സിൽവർ കോയിൻസിൻ്റെയൊക്കെ 80% മാർക്കറ്റ് ഷെയറും കൈയടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യയിലത്തെ റൂറൽ പോപ്പുലേഷൻ്റെ സിൽവർ ബൈ നോക്കുകയാണെങ്കിൽ 29,000 ടൺ സിൽവർ ജ്വല്ലറികൾ ഇന്ത്യയിലത്തെ റൂറൽ പോപ്പുലേഷൻ വാങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ 4,000 ടൺ സിൽവർ കോയിൻസ് വാങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സിൽവർ തീർച്ചയായിട്ടും സിൽവർ വെയർ, സിൽവർ കോയിൻസ്, സിൽവർ ജ്വല്ലറി ഒക്കെ ആയിട്ടാണ് ഇന്ത്യക്കാർ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ഇന്ത്യയിലത്തെ ജനങ്ങൾ സിൽവറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലത്തെ സിൽവർ ഇമ്പോർട്ട് ഡാറ്റ നോക്കുകയാണെങ്കിൽ $2.72 ബില്യൺ വർത്ത് സിൽവറാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. 2024 ഒക്ടോബറിൽ $0.43 ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ ഫിസിക്കൽ സിൽവർ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫിസിക്കൽ സിൽവറിൻ്റെ പ്രൈസും പ്രീമിയത്തിലാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യയിലത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിൽവർ കമോഡിറ്റി പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഡിസിഷൻ. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ, മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ സിൽവറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കമോഡിറ്റികളിലൊരു അട്രാക്ഷനൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നമ്മൾ സിൽവറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറിയതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗെയിം ചേഞ്ചർ ന്യൂസ് പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യം സിൽവർ. തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടുകയാണെങ്കിൽ സിൽവറിൻ്റെ കാര്യത്തിലും വലിയ ഗ്രോത്താണ് അടുത്ത വർഷങ്ങളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 15 വർഷത്തേക്ക് സിൽവർ സപ്ലൈ ഷോർട്ടേജ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഗോൾഡിനെ പോലെ തന്നെ ഒരു പക്ഷേ സിൽവറും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഈ വർഷത്തെ, അതായത് ജനുവരി 2025 മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സിൽവർ 100% ഗെയിൻ കൊടുത്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 60%. തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസിലുണ്ടാക്കുന്ന വൊളാറ്റിലിറ്റി സിൽവറിൻ്റെ പ്രൈസിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ എന്നിരുന്നാലും കമ്പാരറ്റീവ്ലി കുറവായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും കോപ്പർ, സിൽവർ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം നാച്ചുറൽ ഗ്യാസും ഖത്തറിൻ്റെ ന്യൂസ് ഫ്ലോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ടേജ് വരികയാണെങ്കിൽ അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നാച്ചുറൽ ഗ്യാസ് പ്രൈസസിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. തീർച്ചയായിട്ടും IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് IPOs കൺസിഡർ ചെയ്യാം. SME IPO ഈ ആഴ്ചയിൽ ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യാവുന്ന IPOs ഒന്നുമില്ല. പക്ഷേ മെയിൻ ബോർഡ് IPOs അപ്ലൈ ചെയ്യാവുന്ന IPOs ആണ്. ഒപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ വരുന്നുണ്ട്. 9-10 തീയതികളിലാണ് മീറ്റിംഗ്. 10-ാം തീയതി ഡിസിഷൻ വരും. അതോടൊപ്പം തന്നെ ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ടോക്ക് ആരംഭിക്കുകയാണ്. അമിക്കബിളായിട്ട് സെറ്റിൽ ആവുകയാണെങ്കിൽ അതും നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും വീണ്ടും ഈ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ എത്തിയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.